ഗായ്സ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ അടുത്തുള്ള പാലമുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെയും ബോർഡറിലുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ 4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലം കണ്ടോ, അവിടെ ഒരുപാട് വെള്ളം നിൽക്കുന്നത് കണ്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ വെള്ളം കുറവായിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ വെള്ളമുണ്ട്, പാലത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളമുണ്ട്. അപ്പുറത്തെ സൈഡിലും വെള്ളം കുറവാണ്. ഒരു സൈഡിൽ നമ്മൾ കൃഷി കഴിഞ്ഞ് ഞാറിട്ട് കാണാം. അപ്പോൾ ഇങ്ങനൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൃഷി ചെയ്തു വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ശേഖരിക്കുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ആക്കുന്നതും ഒക്കെ ഇതാണ്. അതൊരു സൈക്ലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോവാം. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. ഓരോ പ്ലോട്ട് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങളും ഇതേപോലെ നന്നായി എൻജോയ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഒന്നുള്ളൂ. നമ്മൾ മോർണിംഗിലൊക്കെ ലേറ്റായിട്ട് നീറ്റിട്ടും അതേപോലെ തന്നെ ഇതൊന്നും കാണാതെ പോകരുത് കേട്ടോ. ഇതൊക്കെ ഭയങ്കര വൈബുള്ള സംഭവമാണ്. അതേപോലെ നൈറ്റ് സൈക്ലിംഗ് ചെയ്യുക. ഏറ്റവും എക്സസൈസിൽ ഏറ്റവും അടിപൊളി സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായമായവർക്കും പ്രായം കൂടുതലുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം ക്ലിയറാണ്. പിന്നെ മറ്റുള്ള കളികളൊക്കെ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തരുന്ന വീഡിയോയിൽ കാണിച്ചിരുന്ന പെട്ടിപ്പറ, പണ്ട് കാലങ്ങളിൽ പെട്ടിപ്പറ. ഇപ്പോൾ ഈ പെട്ടിപ്പറ മാറിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ വേറെ സിസ്റ്റമാണ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ വെള്ളം ശേഖരിച്ച ഭാഗം കണ്ടോ, അവിടേക്കൊക്കെ വെള്ളം അടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണത്. ഇത് നമ്മളെ കുരുത്തി എന്ന് പറയും കേട്ടോ. പഴയ കുരുത്തി ഇങ്ങനെയല്ല, നമ്മളെ കഴുങ്ങിൻ്റെ അലക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നെറ്റൊക്കെ വന്നപ്പോൾ പുതിയ കണ്ടുപിടുത്തമാണ്. ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് ഒരു കാക്കത പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം അടിച്ച് കളയാൻ ഞാൻ കാണിച്ചു തരാം. കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇഞ്ചന്തറ അവിടെയാണ്, അവിടുന്ന് വെള്ളം അടിക്കുകയാണ്. കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അടിച്ചത് ഒഴുക്കി വിടുകയാണ്. അത് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൃഷിക്കായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പെട്ടിപ്പറയുടെ മുകളിൽ, പഴയ പെട്ടിപ്പറയുടെ മുകളിൽ കുറേ കുരുത്തിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ നന്നായി തിളക്കുന്നുണ്ട്. നന്നായി മീൻ കിട്ടുന്ന സ്ഥലമാണ്. കയൽ മീനൊക്കെ നന്നായിട്ട് അവൈലബിൾ ആണ്. ഇതാണ് പെട്ടിപ്പറ. അതിൻ്റെ മുകളിൽ കുറേ കുരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.